എമ്പുരാൻ 3 ആന്റണി പെരുമ്പാവൂർ എടുക്കുമോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ പ്രേക്ഷകർ ഉന്നയിക്കുന്നത്. എമ്പുരാൻ 3 എടുക്കാൻ സാധ്യതയില്ല. 340 കോടിയോളം ലാഭം ഒരു അത്രയും കളക്ഷൻ കിട്ടിയെന്ന് 2 ദിവസം മുമ്പും ഇന്നലെയൊക്കെ പൃഥ്വിരാജ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെക്കുമ്പോഴും ഈ 340 കോടിയുടെ കണക്ക് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ. ആന്റണിക്ക് തന്നെ അതിശയമായിരിക്കുകയാണ്. കാരണം നമുക്കറിയാം പൃഥ്വിരാജ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്ഷൻ ടീമൊക്കെ പറഞ്ഞിരുന്നു 180 കോടിയോളം രൂപയാണ് ഈ ഒരു സിനിമയ്ക്ക് മൊത്തത്തിലുള്ള മുതൽ മുടക്ക് വന്നിരിക്കുന്നത്. അപ്പം 340 കോടി കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കളക്ഷൻ ആയിരിക്കും. ഒരു പക്ഷേ ഹോളിവുഡിലോ അല്ലെങ്കിൽ ബോളിവുഡിലോ ഒന്നും കിട്ടാത്തത്ര ഒരു കളക്ഷനാണ് എമ്പുരാന് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഇത് പൊള്ളയായ ഒരു കള്ളത്തരം തന്നെയാണ്. നമുക്ക് തന്നെ അറിയാം, ഒരു 100 കോടി നമുക്ക് ഒരു കളക്ഷൻ വന്നു എന്ന് കേൾക്കുമ്പോൾ അതിലൊരു 28% മാത്രമേ ഈ പറയുന്നത് പോലെ ഇതിൻ്റെ പ്രൊഡ്യൂസറിന് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തിയേറ്റർ ഉടമകൾക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ള ടാക്സുകളും ഒക്കെ വകതിരിഞ്ഞ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം 28% കിട്ടുമ്പോൾ 100 കോടിക്ക് ഏകദേശം 28 കോടിയോളം രൂപ എങ്ങാണമേ കിട്ടാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 340 കോടി കിട്ടിയാൽ പോലും എമ്പുരാൻ നഷ്ടക്കച്ചവടം തന്നെയാണ് ആൻ്റണിക്കുള്ളത്. അത് കൃത്യമായിട്ട് അത് ആൻ്റണിക്ക് മനസ്സിലായിട്ടുണ്ട്. എമ്പുരാൻ 3 ഇനി ഉണ്ടാവാൻ തന്നെ സാധ്യതയില്ല ഈ ഒരു നഷ്ടത്തിൽ നിൽക്കുമ്പോൾ. പിന്നെ മാത്രമല്ല പൃഥ്വിരാജൊക്കെ പറയുന്നത് 60%-ഓളം കളക്ഷൻസ് വിദേശങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഹോളിവുഡ് സിനിമ എടുത്താൽ പോലും 20% അല്ലെങ്കിൽ 40%-ത്തിലപ്പുറം ഒരു കളക്ഷൻ കിട്ടത്തില്ല, അത്രയ്ക്ക് വലിയ സിനിമകൾക്ക് പോലും. അങ്ങനെയാണ് ഇത്രയും നട്ടാക്കുരുക്കാത്ത കള്ളത്തരം ഇപ്പോൾ പടച്ചു വിടുന്നത്. 60% കളക്ഷനൊക്കെ കിട്ടിയെന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. എന്ത് തന്നെയായാലും കളക്ഷൻ്റെ കോളിളക്കം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പൃഥ്വിരാജിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതൊന്നും പൃഥ്വിരാജ് അത് പങ്കുവെക്കുകയോ അല്ലെങ്കിൽ ഒരു നന്ദി വാക്ക് പോലും തൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചിട്ടില്ല. അത് പിണറായിക്കും കൂടെ ഒരടിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റേറ്റ് അവാർഡിനൊന്നും വലിയ മതിപ്പൊന്നും പൃഥ്വിരാജ് കൊടുക്കുന്നില്ല, വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. ഈ പടച്ചു വിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ ആളാക്കി അല്ലെങ്കിൽ ജനങ്ങൾ വലിപ്പിച്ചെടുത്ത ഒരു ഈ താരങ്ങളെല്ലാം ജനങ്ങളാണ് അവരുടേതായ ഒരു നിലയിൽ എത്തിച്ചത്, അല്ലാതെ അവർ സ്വയം ഉരുവായ താരങ്ങളല്ല. സിനിമ കണ്ട പ്രേക്ഷകരാണ് അവരെ താരങ്ങളാക്കിയത്. അവർക്ക് പോലും ഒരു മാന്യതയൊന്നും കൊടുക്കാതെ, ഒരു നന്ദി വാക്ക് പോലും പുറത്തു വിടാതെ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിലുണ്ടായ എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി ഇപ്പോഴും കൊടി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. സ്വന്തം കാര്യം സിന്ദാബാദ്, അതായത് ഞാനും എൻ്റെ എമ്പുരാനും, വേറെ അതിനൊന്നും വലിയ പ്രാധാന്യമില്ല. അവാർഡ് ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് ഷോക്കേഴ്സിൽ വെക്കും, അതിലൊന്നും വലിയ ലാഭമില്ലല്ലോ. സ്റ്റേറ്റ് അവാർഡൊക്കെ മുന്നേ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് വലിയ ഇതൊന്നുമല്ല. നിങ്ങൾ ജയിപ്പിച്ചു വിട്ടെങ്കിൽ, നിങ്ങൾ എന്നെ താരമാക്കിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവാണ്, നിങ്ങളുടെ കഴിവൊന്നുമല്ല എന്നുള്ള ഒരു അഹങ്കാരിയായി പലപ്പോഴും നമുക്ക് ഈ പൃഥ്വിരാജിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും സ്റ്റേറ്റ് അവാർഡിൻ്റെ കാര്യത്തിലൊന്നും പൃഥ്വിരാജ് തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിലൊന്നും കുറിച്ചിട്ടില്ല. ഡെയിലി അപ്ഡേഷൻസ് ഇങ്ങനെ എമ്പുരാൻ ഇത്ര കോടി കളക്ഷൻ കിട്ടി, ഞങ്ങൾ വിജയിച്ചിരുന്നു. പക്ഷേ മോഹൻലാലോ ആന്റണി പെരുമ്പാവൂരോ അതിനൊന്നും വലിയ ഗൗനം കൊടുക്കുന്നില്ല. നമുക്കറിയാം ഗോപാലൻ തന്നെ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അവർക്കറിയാം അവർ മൊത്തത്തിൽ പൊളിഞ്ഞ് പാളീസായിരിക്കുക എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പൃഥ്വിരാജ് തല കുനിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ താഴാൻ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിന് അതിന് കഴിയാത്തത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ കളക്ഷൻ റിപ്പോർട്ടൊക്കെ പറയുന്നത്. പക്ഷെ അത് ഒന്ന് ചിന്തിച്ചാൽ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് 340 കോടി എന്ന് പറയുന്നത്. ഇനി അത്രയും കളക്ഷൻ കിട്ടിയാൽ പോലും, അത്രയും കിട്ടാൻ സാധ്യതയില്ല, കിട്ടിയാൽ പോലും അതൊരു നഷ്ടം തന്നെയാണ്. മാത്രമല്ല ഈ തിയേറ്ററുകളിൽ ആദ്യത്തെ ആ ഒരു ഭൂകമ്പവും ആ ഒരു വിവാദമൊക്കെ വന്ന സമയത്തുണ്ടാകുന്ന ഭൂകമ്പത്തിനൊക്കെ ശേഷം ഒരു 2-2.5-2 അധികം ഓളവും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പം കാണാൻ പോലും ആളില്ല. പക്ഷേ എമ്പുരാൻ ഇപ്പോഴും പല തിയേറ്റർ റിലീസിങ് ചെയ്യുന്നുണ്ട്. കാരണം ചില തിയേറ്ററിലൊക്കെ പലപ്പോഴായിട്ട് ഇങ്ങനെ ഓൺലൈനിലൊക്കെ നോക്കുമ്പോൾ ഫുള്ളായിട്ട് കാണിക്കും, പക്ഷേ അവിടെ ചെന്നിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ കാണിക്കത്തില്ല. അതൊക്കെ മറ്റൊരു ഭാഗത്തെ തട്ടിപ്പായിരിക്കാം, കള്ളപ്പണം വെളുപ്പിക്കല, മറ്റെന്തെങ്കിലും ആയിരിക്കാം. എന്തായാലും ED പുറകെ ഉണ്ട്, CBI പുറകെ ഉണ്ട്, ഈ പറഞ്ഞതുപോലെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻകം ടാക്സിന് പുറകെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് നമുക്ക് വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും മാസങ്ങളിലൊക്കെ നമുക്ക് അതിനെപ്പറ്റി അറിയാം. കാരണം ലൂസിഫർ 6 വർഷം മുമ്പ് ലൂസിഫർ ഉണ്ടാക്കിയ ആ ഒരു കോളിളക്കം, അല്ലെങ്കിൽ അന്ന് നോട്ടമിട്ടിരുന്ന ലൂസിഫറിനെ നോട്ടമിട്ടിരുന്ന EDയും ഇൻകം ടാക്സും ഒക്കെ ഇന്ന്
ചോദ്യം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും. ഏതായാലും ഈ 340 കോടി എന്ന് പറയുന്ന വെറും പൊള്ളയാണ് എന്നുള്ളതാണ് വരുന്നത്. ഇനി അത്രയും കിട്ടിയാൽ തന്നെ അതൊരു ഹോളിവുഡ് ചിത്രമൊന്നുമല്ല, വലിയ മേക്കിങ്ങോ പ്രൊഡക്ഷനോ ഒന്നുമില്ല, വലിയ ഇതൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ മതങ്ങളെ തമ്മിലുള്ള അടിപിടി അല്ലെങ്കിൽ ഒരു വിവാദ സ്പർദ്ധ ഉണ്ടാക്കി, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ തമ്മിൽ അടുപ്പിച്ചും ജനങ്ങളെ തമ്മിൽ അടുപ്പിച്ചു ഉണ്ടാക്കിയ ഒരു സിനിമ, അതിൽ കുറച്ച് ഭാഗങ്ങൾ വിവാദമായി. ആ വിവാദത്തിൻ്റെ പുറത്ത് കുറച്ച് മലയാളികൾ പോയിരുന്ന് കണ്ടു. അല്ലാതെ കേരളം വിട്ടിട്ട് അങ്ങോട്ടുള്ള അന്യ സംസ്ഥാനങ്ങളൊന്നും ഒരു മനുഷ്യനും പോയിരുന്ന് കണ്ടില്ല. അവർ ചാവ പോലുള്ള വലിയ വലിയ ഇതിലും വലിയ ചരിത്രങ്ങളൊക്കെ വന്നിട്ട് പോയിരുന്ന് കാണാത്തവരുണ്ട്. എന്നിട്ടാ ഈ എമ്പുരാൻ കാണാൻ പോകുന്നു. ഇതൊന്നും അറിയാത്ത ഹോളിവുഡും ബോളിവുഡും ഒക്കെയോ, ഇതൊന്നും അറിയാത്ത ഹോളിവുഡ് പ്രേക്ഷകർ ഓസ്ട്രേലിയയിലും ലണ്ടനിലും ഒക്കെ ഇവർ പ്രദർശിപ്പിച്ച് ഇതൊന്നും അറിയാത്ത സായിപ്പന്മാർ എന്താണോ എന്തോ കാണുന്നത്. എന്തായാലും പൃഥ്വിരാജ് വലിയ ഇതൊക്കെയാണ് പറയുന്നത്. വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോ ദിവസം. മാത്രമല്ല ഇനിയിപ്പോൾ ഒരു OTT റിലീസിങ്ങിന് കൊടുത്തിട്ടുണ്ട്, അതൊരു 80 കോടിയും കൂടെ കിട്ടും. ഏതായാലും എല്ലാം കൂടെ കൊടുത്ത് പൃഥ്വിരാജിൻ്റെ ബോംബെയിലുള്ള വീടും കൂടെ കൊടുത്താൽ പോലും ആൻ്റണി പെരുമ്പാവൂരിൻ്റെ കടം തീരാൻ പോകുന്നില്ല. മാത്രമല്ല മോഹൻലാലിന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സിനിമകളെല്ലാം 8 നില പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആകെപ്പാടെ ഇപ്പം കുറച്ച് കളക്ഷൻ, കുറച്ച് ഇതിൽ നിൽക്കുന്ന എമ്പുരാൻ മാത്രമാണ്. ഇനി എമ്പുരാൻ തന്നെ നിർമ്മിച്ചിരിക്കുന്നത് 180 കോടി എന്ന് പറയുന്നു, ചിലർ പറയുന്നത് 220 കോടി എന്ന് പറയുന്നു. അപ്പം ഇത്രയും ഒരു മേക്കിംഗ്, ഇത്രയും വലിയൊരു രീതിയിൽ ഈ ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അടുത്ത L3 വരുമ്പോൾ, എമ്പുരാൻ്റെ അടുത്ത ഭാഗം വരുമ്പോൾ ഇതിലും വലിയ പ്രൊഡക്ഷൻ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി തുക ചിലവഴിച്ചെങ്കിലേ ആ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് അത്രയെങ്കിലും എത്തിച്ചാലേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അല്ലാതെ കുറഞ്ഞ് സാധാരണ 50 കോടി 100 കോടിയും വെച്ച് സിനിമ എടുത്താലൊന്നും വലിയ സക്സസ് ആവത്തില്ല. കാരണം ഒരു സീരീസ് പോലെയാണ് L1 L2 L3. അപ്പം L1ൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള മേക്കിങ്ങും പ്രൊഡക്ഷനും ഈ പറഞ്ഞതുപോലെ ക്യാമറയും IMAXും ഒക്കെ ഉപയോഗിച്ചിരുന്ന സമയത്ത് സാങ്കേതിക വിദ്യകളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി വേണം അടുത്തത് നിർമ്മിക്കാൻ. അപ്പോൾ അതിനുള്ള ബഡ്ജറ്റൊന്നും ഈ പറഞ്ഞതുപോലെ ആശീർവാദ് സിനിമാസ് എടുക്കുകയോ അല്ലെങ്കിൽ മോഹൻലാൽ എടുക്കുകയോ ഇനി ഗോകുലം ഒട്ടുമേ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹമേ ഇപ്പം ചുറ്റുവട്ടം അദ്ദേഹത്തിനെ മൊത്തത്തിൽ പിടിച്ചിട്ടിരിക്കുകയാണ് ED. ഇതിനിടയ്ക്ക് ഇനി L3 എടുക്കാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് അങ്ങോട്ട് സമീപിച്ചാൽ ചിലപ്പം ഗോപാലൻ വടിയെടുത്ത് ഓടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങോട്ടും ഇനി പോകേണ്ട L3 അതുകൊണ്ട് തന്നെ വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കണക്കുകൾ, വരുന്ന വാർത്തകൾ. മാത്രമല്ല അത് L3 വരില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴുള്ള സംസാരങ്ങളും ചർച്ചകളും ഒക്കെ വരുന്നത്. കാരണം അവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പം തന്നെ നമുക്കറിയാം വലിയൊരു നഷ്ടത്തിലേക്ക് തന്നെയാണ് ഈ ഒരു എമ്പുരാൻ സിനിമ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ പൃഥ്വിരാജിൻ്റെ പേരുകൾ പൃഥ്വിരാജിന് ചിലപ്പോൾ അതിൽ ലക്ഷ്യങ്ങളോ നേട്ടങ്ങളോ ഒക്കെ നേടിയിട്ടുണ്ടായിരിക്കാം. അല്ലാതെ മോഹൻലാലിനോ ആൻ്റണി പെരുമ്പാവൂരിനോ ഇതുകൊണ്ട് ഒരു ലക്ഷ്യത്തിലും എത്താൻ പറ്റിയിട്ടില്ല. ഗോപാലനും തീരെ നഷ്ടങ്ങളാണ് ഇതുമൂലം ഉണ്ടായത്. മറ്റുള്ളവർ വിരോധം സമ്പാദിക്കുകയാണ് ചെയ്തത്. ഉള്ള മതസ്പർദ്ധ വരുത്തിയിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഈ ജനങ്ങൾ ഈ താരത്തെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വെറുക്കത്തക്ക രീതിയിൽ പൃഥ്വിരാജ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് വേണം ഈ ഒരു സിനിമ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും ഇനി OTTയിലോട്ട് വരുമ്പം തന്നെ ആരും കാണാനില്ല. ഓൾറെഡി മലയാളികളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി വേറെ ആരും അതിനെ പ്രത്യേകിച്ച് കാണുവാനോ പ്രേക്ഷകരൊന്നും കാണാൻ സാധ്യതയില്ല. ഏത് തന്നെയായാലും ഇപ്പോൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡൊക്കെ വാങ്ങിക്കാൻ പൃഥ്വിരാജ് എത്തിയിട്ട് പോലും എമ്പുരാനെ പറ്റി ഒരു വാക്ക് പോലും പിന്നെ മിണ്ടിയില്ല. പ്രമോഷൻ കണ്ട പൃഥ്വി പിന്നെ പൊങ്ങുന്നത് ചലച്ചിത്ര അവാർഡ് പുരസ്കാരം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പോലും വാർത്താ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് കാണുകയോ അല്ലെങ്കിൽ സാധാരണ പുരസ്കാരമൊക്കെ കിട്ടുമ്പോൾ എല്ലാവരെയൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും നന്ദി, അല്ലെങ്കിൽ ആടുജീവിതത്തിൽ ഇത്രയേറെ എന്നെ ഈ ഒരു താരമാക്കി എല്ലാവർക്കും നന്ദി പറയേണ്ടുന്ന ഒരു സാഹചര്യം പോലും പൃഥ്വിരാജ് കാണിച്ചില്ല. പൃഥ്വിരാജ് മാത്രമല്ല, ഉർവശി ആരും തന്നെ ഈ ഒരു ചലച്ചിത്ര അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാധ്യമങ്ങളെ കാണുകയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഇവരെയൊക്കെ വേറെ ആരോ പിണറായി വിജയനോ മറ്റെന്തോ ആണ് വളർത്തിയെടുത്തതെന്നുള്ള ഒരു നികൃഷ്ടമായിട്ടുള്ള ഒരു ചിന്താഗതികളൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടിയത്. എന്തായാലും മലയാളികൾ മൊത്തത്തിൽ ഈ താരങ്ങളെയൊക്കെ വെറുത്തു എന്ന് തന്നെ പറയാം. ഇനി വരുന്ന സിനിമകളിൽ എന്തായാലും ഈ ഏറി നിൽക്കുന്ന ഈ പ്ലെയിനിൽ ഇങ്ങനെ പറക്കുന്ന പൃഥ്വിരാജ് നിലത്ത് വന്ന് തന്നെ സമ്മാനം വാങ്ങിച്ചേ പറ്റൂ. അടുത്ത സിനിമയ്ക്ക് ഈ നിലത്ത് വന്ന് ഇതേ ചാനലിനെയും ഇതേ യൂട്യൂബേഴ്സിനെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലിനെയും ചെന്ന് കണ്ടെങ്കിൽ മാത്രമേ അടുത്ത പ്രൊമോഷൻ വല്ലതും നടക്കത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ പൃഥ്വിരാജിനോട് പറയാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ എത്ര പറഞ്ഞാലും നിങ്ങളെ ഒരു താരമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലത്ത് വരിക. നിങ്ങൾ നിലത്ത് വന്നാലേ നിങ്ങൾക്ക് അടുത്ത
സിനിമയിൽ അല്ലെങ്കിൽ അടുത്ത ഇതിലേക്ക് നിങ്ങളെ പ്രൊമോട്ട് ചെയ്ത് വിടുക. കാരണം ഒരു താരം എന്ന് പറയുന്ന ഒരു ജനങ്ങൾ സൃഷ്ടിക്കുന്നതല്ല, സ്വയം ഉരുവാകുന്നതല്ല എന്നുള്ളൊരു ബോധ്യം വേണം. ഏതായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എമ്പുരാൻ 3 കാണാൻ സാധ്യത ഇല്ല എന്നുള്ള വാർത്തകളാണ് കിട്ടുന്നത്. ഇനി എത്ര 500 കോടി ക്ലബിൽ ഓടി അല്ല 500 കോടി ലാഭം എന്ന് പറഞ്ഞാൽ പോലും അതൊന്നും വിശ്വസിക്കാൻ തക്ക മന്ദബുദ്ധികളൊന്നും അല്ല മലയാളികൾ എന്നുകൂടി ഓർക്കുക.